നമസ്കാരം ഫ്രണ്ട്സ്. എൻ്റെ പേര് വൈശാഖ് എന്നാണ്. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നും നിത്യേന റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൂരതയുടെ വാർത്തകളാണ്. കൊടും ക്രൂരതയുടെ വാർത്തകളാണ് നമ്മുടെ കേരളത്തിൽ നിത്യേന റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മാധ്യമങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സ് വളരെയധികം വേദനാജനകമാകുന്ന വാർത്തകളാണ് കാണാൻ കഴിയുന്നത്. നിത്യേന ഇപ്പോൾ ഇതൊരു നിത്യസംഭവം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു നിത്യസംഭവം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഇതാ പുതിയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള, അത് നമ്മുടെ കൊച്ചിയിൽ നടന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ളൊരു തൊഴിൽ പീഡനത്തെ പറ്റിയുള്ള ഒരു വാർത്തയാണത്. അതായത് കേരളത്തിലെ ഒരു മാർക്കറ്റിംഗ് സ്ഥാപനം, GPL HPL എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു മാർക്കറ്റിംഗ് സ്ഥാപനം. ഈ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ നടന്നത് ഈ കൊടും ക്രൂരതയാണ്. അതായത് ഈ സീനിയേഴ്സ് ആയിട്ടുള്ള സീനിയർ മാനേജർമാര് ഈ ജൂനിയേഴ്സ് ആയിട്ടുള്ള പുതിയ 1-2 മാസമായിട്ടുള്ള പുതിയ പിള്ളേരെ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ അറക്കപ്പടിയിലെ മാർക്കറ്റിംഗ് തൊഴിൽ സ്ഥാപനമായ കെൽട്രോയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പ്രാകൃത ശിക്ഷാരീതി. പട്ടിയെപ്പോലെ ജീവനക്കാരുടെ കഴുത്തിൽ കുരുക്കിട്ട് മുട്ടിലിഴയിപ്പിക്കുകയാണ്. നാണയത്തുട്ടുകൾ പാത്രത്തിൽ നിന്നും നക്കിയെഴുപ്പിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ടാർഗറ്റ് പൂർത്തിയാക്കാത്തതിനാണ് ഇത്തരം കൊടിയ പീഡനങ്ങളെന്ന് ജീവനക്കാരൻ തന്നെ മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തി. അവരുടെ പെരുമാറ്റങ്ങൾ നല്ല സൈക്കോ ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. അതേപോലെ തന്നെ ഈ ബിസിനസ് പിടിച്ചില്ലെന്നാണെങ്കിൽ രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചെണീപ്പിക്കും. ഉറങ്ങിക്കൊണ്ടിരിക്കണവരെ അടിച്ചെണീപ്പിക്കും, റൂമിലേക്ക് വിളിക്കും, പല പണിഷ്മെന്റ് ചെയ്യിപ്പിക്കും. പിന്നെ ഈ നനഞ്ഞ തുണി വെച്ചിട്ട്, നനഞ്ഞ തോർത്തില്ലേ, അതൊക്കെ വെച്ചിട്ട് തല്ലലും പിടിക്കലൊക്കെ ഈ രാത്രി പിന്നെ വസ്ത്രങ്ങൾ ഊരി നിർത്തുന്നതടക്കമുള്ള ശിക്ഷകളും ജീവനക്കാർക്ക് നേരെ നടപ്പാക്കിയിരുന്നു. കെൽട്രോയുടെ ജനറൽ മാനേജറായ ഹുബൈലാണ് തൊഴിൽ പരിശീലനം എന്ന പേരിൽ തൊഴിലാളികൾക്കെതിരെ ഇത്തരം പീഡനങ്ങൾ നടപ്പാക്കിയിരുന്നത്. നേരിട്ടെത്തിയും ഫോണിലൂടെ മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയുമായിരുന്നു ഇയാൾ. അതായത് ഈ പുതിയതായിട്ട് ജോലിക്ക് വന്നിരിക്കുന്ന ഈ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഈ പിള്ളേര് ഇത് സെയിൽസിന് വരുന്നതാണ്. അപ്പം ഈ സ്ഥാപനം എന്തോ ഈ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. എന്തോ വീട്ടുപകരണങ്ങളോ മറ്റോ എന്തൊക്കെയോ വസ്തുക്കള്, വീട്ടു സാധനങ്ങളോ ഒക്കെ മാർക്കറ്റ് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനിയാണിത്. അപ്പം ഇവിടെ പുതിയതായിട്ട് ജോലി കിടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ജോലി കിടക്കുന്നത്. അപ്പം ഈ MBA കഴിഞ്ഞ പിള്ളേരൊക്കെ ഇവിടെ പോകുന്നുണ്ട്. നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ അതിനുശേഷം MBA കഴിഞ്ഞ പിള്ളേർ വരെ ഇവിടെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ പോയ പിള്ളേർക്ക് നേരിട്ട, അല്ലെങ്കിൽ അവിടെ ജോലിക്ക് എത്തിയിട്ടുള്ള ആ പിള്ളേർക്ക് നേരിട്ട കൊടും ക്രൂരതയുടെ ഒരു വാർത്തയാണ് ഇപ്പം ചുരുളഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്നാണത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ സംഭവം എന്താണെന്ന് ചോദിച്ചാല്, ഇപ്പൊ ഈ സെയിൽസ്മാൻമാർക്ക്, അപ്പം ഈ പിള്ളേരൊക്കെ ജൂനിയർ സെയിൽസ്മാൻമാരാണല്ലോ, അപ്പം ഈ പിള്ളേർക്ക് ടാർഗറ്റ് കൊടുക്കും. നിങ്ങൾ ഇത്ര സെയിൽസ് ഇന്നത്തെ ദിവസം ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2000 രൂപയുടെ 3000 രൂപയുടെ ഒക്കെ. അപ്പം അങ്ങനെ ഇവരെ മാർക്കറ്റിലേക്ക് പറഞ്ഞുവിടും, അതായത് പുറത്തേക്ക് പറഞ്ഞുവിടും. അപ്പം ഇവരെന്തെന്ന് വെച്ചാല്, ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ വീടുകളിൽ വരാറുണ്ടല്ലോ, വലിയ ബാഗ് എല്ലാം തോളിൽ തൂക്കിയിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മുടെ വാതുക്കൽ വന്ന് മുട്ടി ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കാറുണ്ട്. ഈ ചേട്ടാ ചേച്ചി ഈ ഒരു സാധനം മേടിക്കുവോ, ഞങ്ങള് വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ ഞങ്ങൾ ജോലിയും കൂടെ ചെയ്യുന്നതാണ് എല്ലാം പറഞ്ഞ് ഇങ്ങനെ MBA പാസ്സായ പിള്ളേർ വരാറുണ്ടല്ലോ നമ്മുടെ വീടുകളിൽ. അപ്പം ആ ഒരു പിള്ളേരുടെ ഒരു വാർത്തയാണിത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചാല്, ഇവർക്ക് ഇത്ര ടാർഗറ്റ് കൊടുക്കുന്നു. ഒരു 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപയുടെ ഒക്കെ സാധനങ്ങൾ നിങ്ങൾ വിറ്റിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഈ കമ്പനിയിൽ നിന്ന് അവരെ പറഞ്ഞു വിടുന്നു. അപ്പം തിരിച്ച് ഇവർക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുകയാണ്. അവിടെ ആ കമ്പനിയിൽ തിരിച്ചെത്തുന്ന സമയത്ത് ഇവർ ടാർഗറ്റ് പൂർത്തിയാക്കാതെ, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് പൂർത്തിയാക്കാതെ ആ ഒരു സ്ഥാപനത്തിൽ ഇവർ തിരിച്ചെത്തുന്ന സമയത്ത് അതിനുശേഷം ഇവരെ ഇങ്ങനെ വിസ്തരിക്കും. നിങ്ങൾ ഇന്ന് എന്തൊക്കെ ചെയ്തു, നിങ്ങൾ ഇന്ന് എവിടെയൊക്കെ പോയി, നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് മാർക്കറ്റിംഗ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര രൂപയുടെ സെയിൽസ് ഉണ്ടാക്കിയെന്ന്. അപ്പം അങ്ങനെയെല്ലാം പറഞ്ഞ് അവരെ വിസ്തരിക്കും. വിസ്തരിച്ച ശേഷം ഇവർ ഉദ്ദേശിച്ച ആ ഒരു ടാർഗറ്റ്, ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ടാർഗറ്റ് ആ കുട്ടികൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ കുട്ടികളെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാതിരുന്ന പിള്ളേരെ ഇവരെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, തിരിച്ച് ഓഫീസിൽ എത്തിക്കഴിയുമ്പം ഇവര് 2 സെക്ഷൻ ആക്കും കുട്ടികളെ. അത് ടാർഗറ്റ് അച്ചീവ് ചെയ്ത കുട്ടികളും ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതിരുന്ന കുട്ടികൾ, അങ്ങനെ 2 സെക്ഷൻ ആക്കും. അത് അങ്ങനെ ആക്കിയ ശേഷം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയാതിരുന്ന കുട്ടികളെ ഈ സീനിയേഴ്സ് ആയിട്ടുള്ള മാനേജർമാർ കൂടി നിന്നിട്ട് അവരെ നല്ല പച്ചത്തെറി വിളിക്കും. ചീത്താന്ന് പറഞ്ഞാല് നോൺ ഡിക്ഷണറി വേർഡ്സ് എല്ലാം വിളിച്ച് ഇവരെ മാനസികമായിട്ട് തളർത്തും. ഈ കുട്ടികളെ തളർത്തി വിടും. അതിനുശേഷം എന്താന്ന് വെച്ചാൽ, ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്ത കുട്ടികളുണ്ടല്ലോ, ഈ കുട്ടികളെ കൊണ്ടും ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കാതിരുന്ന പിള്ളേരെ പരമാവധി തെറി വിളിപ്പിക്കും. പരമാവധി തെറി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും എല്ലാം വിളിപ്പിക്കും. അങ്ങനെ ഈ കുട്ടികളെ കൊണ്ടും ഈ കുട്ടികളെ തെറി വിളിപ്പിച്ചിട്ട്, അതായത് ഒരു വിഭാഗം കുട്ടികളെ കൊണ്ടും മറ്റൊരു വിഭാഗം കുട്ടികളെ തെറി വിളിപ്പിച്ചിട്ട് അങ്ങനെ അതിൽ ആനന്ദം കണ്ടെത്തും.
ഈ മാനേജർമാരെന്ന് പറയുന്നവന്മാർ. അതിനുശേഷം പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാല് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കാതിരുന്ന ഈ കുട്ടികളെ അവരോട് നിലത്തേക്ക് ഇങ്ങനെ കമന്ന് നിൽക്കാൻ പറയും. കമഴ്ന്ന് നിന്ന ശേഷം, അതായത് മുട്ടുകാല് കുത്തിയിട്ട് കമന്ന് നിൽക്കാൻ പറയും. അതിനുശേഷം എന്താ വെച്ചാൽ ഈ കുട്ടികളുടെ കഴുത്തിൽ കൂടി ഇവർ ബെൽറ്റ് ഇടും. ബെൽറ്റ് ഇട്ടിട്ട് പട്ടികളെ പോലെ നടത്തുകയാണ് ചെയ്യുന്നത്. എക്സാക്ട് ആയിട്ട് പട്ടികളെ പോലെ, അതായത് നായ്ക്കളെ പോലെ ബെൽറ്റ് ഇട്ടിട്ട് കഴുത്തെ കൂടെ വലിച്ച് അങ്ങ് നടത്തിച്ചോണ്ട് പോവുക ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ എന്തെന്ന് വെച്ചാല് പിന്നെ നിലത്ത് ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കും. ആ വെള്ളം ഇവരെ കൊണ്ട് നക്കി കുടിപ്പിക്കും. അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ പാത്രത്തിന്റെ അടുത്ത് തന്നെ പിന്നെ നിലത്ത് ഈ ബിസ്ക്കറ്റുകൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ആ ബിസ്ക്കറ്റുകൾ ഇവരെ കൊണ്ട് ഇപ്പം നായ്ക്കൾ കഴിക്കുന്ന രീതിയിൽ അതേ രീതിയിൽ ആ ബിസ്ക്കറ്റുകൾ നക്കി എടുത്ത് കഴിക്കാൻ പറയും. എന്നിട്ട് അവരെ കൊണ്ട് അങ്ങനെ കഴിപ്പിക്കും. അതേപോലെ തന്നെ ഈ പഴത്തിന്റെ ഒക്കെ തൊലിയും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് ഇങ്ങനെ കഴിപ്പിക്കും. ഈ നായ്ക്കളെ പോലെ ഇവരെ ഇങ്ങനെ ബെൽറ്റ് ഇട്ട് വലിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇവരെ കൊണ്ട് നായ്ക്കൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. അതായത് അതിക്രൂരമായിട്ടുള്ള പീഡനം. അതിക്രൂരം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊടും പീഡനം നടക്കുമോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. അത്തരത്തിലുള്ള കൊടും പീഡനം ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. ഇത് മാധ്യമങ്ങൾ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരോ അവിടെയുള്ള ആളുകൾ തന്നെ ആരോ മൊബൈൽ ക്യാമറ വഴി ഈ ഒരു പീഡനത്തിന്റെ ദൃശ്യം പുറത്തു വിട്ടത് കാരണം മാത്രം മാധ്യമങ്ങൾക്ക് ഇത് കിട്ടുകയാണ് ഉണ്ടായത് ഈ ഒരു വാർത്ത. അത് ഞെട്ടിക്കുന്ന പീഡനം എന്ന് വെച്ചാൽ ഞെട്ടിക്കുന്ന പീഡനം. ഉത്തരേന്ത്യയിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമെന്ന്. അപ്പം നമ്മുടെ കേരളത്തില് ഇങ്ങനെ ഒരു പീഡനം നടന്നു എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയമില്ല. അപ്പൊ ഇതുകൊണ്ടൊന്നും ഈ ക്രൂരതകൾ ഇവരുടെ തീർന്നിട്ടില്ല. ഇവര് പിന്നെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാല് ഈ കുട്ടികളെ അടിവസ്ത്രം ഇടിപ്പിച്ചിട്ട് നിർത്തുന്നു. അതായത് വസ്ത്രം അടിപ്പിച്ചിട്ട് അടിവസ്ത്രത്തിൽ മാത്രം നിർത്തിയിട്ട് ഈ പിള്ളേരെ കൊണ്ട് പരസ്പരം അവരുടെ ശരീരത്തിൽ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈവറ്റ് പാർട്സിൽ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്ര വൃത്തികെട്ട ഒരു പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കി. മാനസികമായിട്ട് ഇത് കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നമ്മൾക്ക് തന്നെ എത്ര തളർച്ചയാണ് ഉണ്ടാകുന്നത്, എത്ര സങ്കടമാണ് വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അത്രമാത്രം വൃത്തികെട്ട ഈ മൂന്നാംകട പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാല് ഈ കുട്ടികളെ കൊണ്ട് കക്കൂസ് കഴിയിക്കുക, അതായത് ടോയ്ലറ്റ് കഴിയിക്കുക, നിലം മുഴുവൻ നക്കി തുടയ്ക്കാൻ പറയുക. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ് ക്രൂരതകൾ ഈ പാവം പിടിച്ച പിള്ളേരോട് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പിള്ളേരെന്ന് പറയുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞോ അല്ലെങ്കിൽ MBA കഴിഞ്ഞായിട്ടുള്ള പിള്ളേരാണ്, വിദ്യാഭ്യാസമുള്ള പിള്ളേരാണ്. പക്ഷെ ഇവർക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ്. അതായത് 1-2 മാസം ആയുള്ള ഇവർ ജോലിക്ക് കയറിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള പിള്ളേരെ ഇവർ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. എക്സ്പ്ലോയിറ്റ് ചെയ്യുകയല്ല, അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവരുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എത്രമാത്രം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കുക. എനിക്കത് ആലോചിച്ചിട്ട് എന്റെ മനസ്സിന് തന്നെ എത്രമാത്രം വിഷമം വരുന്നുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം ക്രൂരതയാണ് ഈ കുട്ടികളോട് ചെയ്തത്. നമ്മുടെ പിന്നെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ തൊഴിലിടങ്ങളിലെ പീഡനങ്ങൾ നടക്കുന്നത് സ്വാഭാവികമാണ്. ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യിപ്പിക്കുക, അതിനനുസരിച്ച് പൈസ കൊടുക്കാതിരിക്കുക. ഇപ്പം എന്താ പറയാ 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് പകരം 12 മണിക്കൂർ ഡ്യൂട്ടി എടുപ്പിക്കുക, 16 മണിക്കൂർ ഡ്യൂട്ടി എടുപ്പിക്കുക, ഈവൻ 18 മണിക്കൂർ വരെ ഡ്യൂട്ടി എടുപ്പിക്കുന്ന അവസ്ഥ വരെ ഉണ്ട് പല തൊഴിലിടങ്ങളിലും. എന്നിട്ട് അതിനനുസരിച്ചുള്ള പേയ്മെന്റ് കൊടുക്കുമ്പോട്ട് അതുമില്ല. അങ്ങനെ തൊഴിലിടങ്ങളിലെ പീഡനങ്ങൾ ഒരു നിത്യ സംഭവമാണ് ഇന്ത്യയിൽ. പക്ഷേ ഈ കേരളത്തിൽ നടന്ന ഈ ഒരു സംഭവം എന്ന് വെച്ചാല് മാനസികമായിട്ടുള്ള പീഡനം മാത്രമല്ല, ശാരീരികമായിട്ടുള്ള കൂടെയുള്ള പീഡനം എന്ന് ആലോചിച്ച് നോക്കുക. അതായത് പട്ടികളെ പോലെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് നിലത്തിട്ടിരിക്കുന്ന ബിസ്ക്കറ്റ് നായ്ക്കളെ കൊണ്ട് കഴിപ്പിക്കുന്ന പോലെ കഴിപ്പിക്കുക, നായ്ക്കളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുന്ന പോലെ വെള്ളം കുടിപ്പിക്കുക. അങ്ങനെ ഒന്നും പറയണ്ട. ഇത് പറയാൻ എനിക്ക് തന്നെ എന്റെ ഇത് മനസ്സിൽ ഇത് പറയുമ്പോൾ എനിക്ക് തന്നെ എത്രമാത്രം സങ്കടം വരുന്നുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം ക്രൂരതയാണ് ആ പാവം പിടിച്ച ആ പിള്ളേരോട് ചെയ്തിരിക്കുന്നത് ഇവര്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ ഇത്രയും തൊഴിലിടം സുരക്ഷിതമാക്കാനുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ ഈ കേരളത്തിലാണ്, കൊച്ചിയിലെ, വേറെ ഒരു സ്ഥലത്തെ അല്ലെന്നാ, കൊച്ചിയിൽ ഇത്രയും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കൊച്ചി. ഈ കൊച്ചിയില് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നു എന്ന് പറയുമ്പം അത് അതിന്റെ ആ ഒരു ഭീകരാവസ്ഥയാണ് അത് പുറത്തു വരുന്നത്. എത്രമാത്രം തൊഴിലിടങ്ങളിൽ ഈ ജൂനിയേഴ്സ് ആയിട്ടുള്ള പിള്ളേർ പീഡനങ്ങൾ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർ എത്രമാത്രം പീഡനങ്ങൾ നേരിടുന്നുള്ളതിന്റെ ഒരു സത്യാവസ്ഥയാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തില് ഈ തൊഴിലിടങ്ങളിലെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി ഒരുപാട് നിയമങ്ങളുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഒരുപാട് തൊഴിലിടത്തെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങളുള്ള നാടാണ്. അവിടെ ഇങ്ങനെ ഒരു ക്രൂരത പുതിയതായിട്ട് വന്ന ഈ ജോലിക്ക് വന്ന പിള്ളേരോട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് അവരുടെ ആ ഒരു തന്റെ ഇടം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന അതിന്റെ ഉടമസ്ഥരായിക്കോട്ടെ, അവിടെ ജോലി ചെയ്യുന്ന മാനേജർമാരായിക്കോട്ടെ, അവരുടെ ആ ഒരു തന്റെ ഇടം ഒന്ന് ആലോചിച്ച് നോക്കുക. ആര് എന്തും ചെയ്യുമെന്നുള്ള ആ ഒരു തന്റെ ഇടമല്ലേ ഇവന്മാർക്കുള്ളത്. അതുകൊണ്ടല്ലേ ഈ പാവം പിടിച്ച പിള്ളേരെ ഇത്രമാത്രം ക്രൂരമായിട്ട് ഇവര് നോവിച്ചത്, വേദനിപ്പിച്ചത്, അപമാനിച്ചത്.
ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്ഥാപനത്തിൽ ഈ പീഡനങ്ങൾ നേരിട്ട് ആൺകുട്ടികൾ മാത്രമല്ല, അവിടെ പെൺകുട്ടികളും ഇതേപോലുള്ള പല രീതിയിലുള്ള പീഡനങ്ങൾ നേരിട്ടു. പെൺകുട്ടികളെ കൊണ്ടും പല രീതിയിൽ ഇവര് ടോയ്ലറ്റ് കഴിക്കുക, അല്ലെങ്കിൽ തറ നക്കിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ പെൺകുട്ടികളെ കൊണ്ടും ചെയ്തു പല രീതിയിൽ. അതൊക്കെ ഇനി പുറത്ത് വരേണ്ടിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ വാർത്തകളിലൂടെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പെൺകുട്ടികളെ ഇവർ പല രീതിയിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിപ്പോയി ശരിക്കും പറഞ്ഞത്. പക്ഷെ ഇത്രമാത്രം ക്രൂരമായിട്ടുള്ള ഈ പീഡനം നേരിട്ടിട്ടും എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ എന്നെ സങ്കടപ്പെടുത്തിയൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പിള്ളേർ ഒരു വാക്കുകൊണ്ട് പോലും ഒന്നും പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. അതായത് ഇവരെ പട്ടികളെ പോലെ ഇങ്ങനെ നിലത്തൂടിട്ട് വലിച്ചിട്ട് ഇത്രമാത്രം കൊടിയ പീഡനം ഇവരോട് ചെയ്തിട്ട് ഇവരൊന്നും പ്രതികരിച്ചില്ലല്ലോ. എനിക്ക് അതോർത്ത് വളരെ സങ്കടമുണ്ട്. നമ്മുടെ ശരീരത്തിനടുത്തും കൈവച്ചിട്ടുണ്ടെങ്കിൽ അവനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. നമ്മളെ കൊണ്ട് ഇത്രമാത്രം നമ്മളാരും അവന്റെ അടിമകളാണോ? ഇവന്റെ ഒക്കെ അടിമകളല്ലല്ലോ നമ്മളവിടെ തൊഴിലെടുക്കാൻ വേണ്ടി വന്നവരാണ്. നമ്മളെ എംപ്ലോയീസ് ആണ്. നമ്മൾ ഒരുത്തന്റെ അടിമകളല്ല. എന്തിന് ഇന്നുമാത്രം സങ്കടം അവിടെ സഹിച്ച് നിൽക്കണം ഈ പിള്ളേര്? ആ പിള്ളേർക്ക് അതിന്റെ ഓരോ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് കിട്ടുന്ന ജോലിയല്ലേ, സഹിച്ച് നിൽക്കാന്നൊക്കെ പിള്ളേർ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അവരുടെ ഒരു പ്രതികരിക്കാതിരുന്നതിനുള്ള അതുകൊണ്ടാണ് ഇത്രമാത്രം പീഡനം അവർക്ക് ഏൽക്കേണ്ടി വന്നത്. എന്തിനാ ഇങ്ങനെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്നിടത്ത് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അവര് പ്രതികരിക്കാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പെൺകുട്ടികളും ഉണ്ടായിരുന്നു അവിടെ. പെൺകുട്ടികളും പ്രതികരിച്ചില്ല, ആൺകുട്ടികളും പ്രതികരിച്ചില്ല. ഇത്രമാത്രം പീഡനം അവർ സഹിച്ചുകൊണ്ടിരുന്നു അവിടെ. അവിടുന്ന് ഇറങ്ങി പോകണ്ടായിരുന്നു ആ പിള്ളേര്. ഇവർക്ക് എന്താ അവകാശമുള്ള? ഇവരാരാ? ഇത്ര മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിൽ ഒരു വെറും മൃഗങ്ങളോട് പെരുമാറുന്നതിനെക്കാട്ടിലും ക്രൂരമായിട്ട് ഈ പിള്ളേരോട് പെരുമാറാനായിട്ട് ഇവന്മാരാരാണ്? ഇവന്മാരോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് ആ പിള്ളേർ അവിടെ നിന്ന് ഇറങ്ങി പോണായിരുന്നു. അതായിരുന്നു വേണ്ടത്. അപ്പൊ എനിക്ക് പുതിയതായിട്ട് ജോലി ചെയ്യാൻ പോകുന്ന പിള്ളേരായിക്കോട്ടെ, ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഓവറായിട്ട് മിസ്യൂസ് ചെയ്യാൻ നമ്മൾ ആരും അനുവദിക്കരുത്. നമ്മളെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നമ്മൾ ആരും അനുവദിക്കരുത്. നമ്മുടെ ശരീരം നോവിക്കാനോ അല്ലെങ്കിൽ നമ്മളെ പട്ടിയെ പോലെ അപമാനിക്കുന്ന രീതിയിലും നമ്മൾ നിന്ന് കൊടുക്കരുത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളുക. എന്തിനു സഹിക്കണം? നമ്മൾ ആരുടെ അടിമകളൊന്നുമല്ല. നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി പോയിട്ട് ജോലി ചെയ്യുന്നവരാണ് നമ്മളെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാ. അല്ലാണ്ട് നമ്മൾ ഒരുത്തന്നെ അടിമകളല്ല. അടിമകളെ പോലെ നിന്ന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കമ്പനിയുടെ പോളിസികൾക്കനുസരിച്ച് നമ്മൾ ജോലി ചെയ്യണം. അത് ശരിയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കമ്പനികളുടെ പോളിസിക്ക് അനുസരിച്ച്, അതായത് നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാതെ നമ്മൾ ജോലി ചെയ്യുക. എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തും സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇമാതിരി രീതിയിൽ അവർക്ക് വഴക്ക് പറയാൻ ഓക്കെ, അവർ വഴക്ക് പറഞ്ഞോട്ടെ. നമ്മൾ നിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റ് ടച്ച് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അവർക്ക് നമ്മളെ വഴക്ക് പറയാം. നാളെ നീ ശരിയായിട്ട് ചെയ്തുകൊണ്ട് വരണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ തെറ്റുകൾ അവർക്ക് കറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് പെർഫോമൻസ് കുറഞ്ഞു പോയാൽ അവർക്ക് നമ്മളോട് സംസാരിച്ച് നമുക്ക് ആ ഒരു മോട്ടിവേഷൻ തന്നിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റും അവർക്ക്. അതിന് പകരം ഇമാതിരി തെരുവ് ഗുണ്ടകൾ കാണിക്കുന്ന പരിപാടി ചെയ്യാൻ പാടുള്ളൂ. പുതിയതായിട്ട് വരുന്ന പിള്ളേരോടാണ് ഇവർ കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ അവർക്ക് പ്രതികരണ ശേഷി കുറവാണ്. അവരധികം പ്രതികരിക്കില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ പുതിയതായിട്ട് കിട്ടിയ ജോലിയല്ലേ, അപ്പം പെട്ടെന്ന് ഇറങ്ങി പോകണ്ടെന്നുള്ള രീതിയിൽ അവരങ്ങനെ പ്രതികരിക്കില്ല. അപ്പം അത് കൂടുതലായിട്ട് ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്, മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. വളരെ ക്രൂരമായി പോയി ഈ സംഭവം, വളരെ ക്രൂരമായി പോയി. അതായത് നമ്മൾ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, അല്ലാണ്ട് ഒരുത്തന്റെ അടിമയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോകുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. പുതിയതായിട്ട് ജോലിക്ക് പോകുന്ന കുട്ടികളായിക്കോട്ടെ, അവിടെ ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, നമ്മൾ ഒരുത്തന്റെ അടിമകളല്ല. നമ്മളെ അടിമകളാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശക്തമായിട്ട് പ്രതികരിച്ചോളുക. നമുക്ക് ഒന്നല്ലെങ്കിൽ വേറെ ജോലി കിട്ടും. അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. അതൊന്നോർത്ത് സങ്കടപ്പെട്ടിട്ട് ഒരുത്തന്റെ അടിമയായിട്ട് നിന്ന് ഇങ്ങനെ ചവിട്ടും കുത്തും ആട്ടും തുപ്പും ഒന്നും കേൾക്കേണ്ട ഒരു കാര്യമില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഒരു സംഭവത്തിന് അതിശക്തമായിട്ടുള്ള നിയമ നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായേ മതിയാകത്തുള്ളൂ. ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് പോലീസും സർക്കാരും അതിശക്തമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടേ മതിയാകത്തുള്ളൂ. ഏത് കൊല കൊമ്പനാണ് ഇതിന്റെ ഉടമസ്ഥനെങ്കിലും അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്ത മാനേജർമാർ എത്ര കൊല കൊമ്പന്മാരാണെങ്കിലും ഇവന്മാരെ കൂട്ടിക്കെട്ടിയേ മതിയാകത്തുള്ളൂ. ഇവന്മാരെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. ഇനി ഇവന്മാർ ഈ ഒരു പരിപാടി ഒരാളോടും ആവർത്തിക്കാൻ പാടില്ല. ഇനി അവിടെ ജോലിക്ക് പോകുന്ന ആരും ആയിക്കോട്ടെ, ആർക്കും ഇത്തരത്തിലുള്ള ഒരു പീഡനം ഏൽക്കേണ്ട അവസ്ഥ വരരുത്. അതിനു വേണ്ടിയിട്ട് സർക്കാരും നമ്മുടെ നിയമങ്ങളും അതിശക്തമായിട്ട് ഇടപെട്ടേ മതിയാകത്തുള്ളൂ. ഇപ്പം തന്നെ ഇത് മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്നിട്ടുണ്ട് ഈ വാർത്ത. അപ്പൊ ഇന്ന് ഞാൻ കണ്ട ഉടനെ തന്നെ എനിക്ക് നിങ്ങളെ ഇത് അറിയിക്കണം തോന്നി. കാരണം എനിക്ക് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ അറിയിക്കണം തോന്നി. അപ്പൊ ഞാൻ അന്നേരം തന്നെ വീഡിയോ എടുത്ത് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എടുത്തില്ലെങ്കിൽ എടുപ്പിച്ചേ മതിയാകത്തുള്ളൂ. നാട്ടുകാർ ഇറങ്ങി തിരിച്ചിട്ട് ഈ സംഭവത്തിനെതിരെ നടപടി എടുപ്പിക്കണം സർക്കാരിനെ കൊണ്ട്. അതാ എനിക്ക് പറയാനുള്ളത്. ഇമാതിരി ക്രൂരതകളൊന്നും ഒരിക്കലും ഒരിടത്തും ആവർത്തിക്കാൻ പാടില്ല. ഇത് നമ്മുടെ മനുഷ്യനെ ഇതെന്താ ഒരു മൃഗത്തിന്റെ പോലും വിലയില്ലാതെ ആക്കുന്ന പരിപാടിയല്ലേ മനുഷ്യനെന്താ ഒരു മൃഗത്തിന്റെ പോലും വില കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യന്? അങ്ങനത്തെ ഒരു അവസ്ഥ എന്താ ഉള്ളത്? ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഈ ഒരു കാര്യം. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായേ മതിയാകത്തുള്ളൂ.